ആലപ്പുഴയിൽ പി കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിലെ 4 പ്രതികൾ കൂടി ഇന്ന് കീഴടങ്ങി. കേസിലെ രണ്ടാം പ്രതിയും സിപിഐഎം മുൻ കണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ബാബു എന്നിവരും ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് തൃശൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങിയത്. കേസിലെ ഒന്നാം പ്രതി ലതീഷ് ചന്ദ്രൻ നേരത്തെ ക്രൈംബ്രാഞ്ചിന് മുൻപാകെ കീഴടങ്ങിയിരുന്നു. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിലെ 2 മുതൽ 5 വരെയുള്ള പ്രതികളായ പി സാബു, ദീപു, രാജേഷ് രാജൻ, പ്രമോദ് എന്നിവരാണ് ഇന്ന് കാലത്ത് തൃശൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങിയത്. ഹൈക്കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി 10 ദിവസത്തിനകം കീഴടങ്ങാൻ ഉത്തരവിട്ടിരുന്നു. ക്രൈംബ്രാഞ്ച് എസ് പി ആർ കെ ജയരാജന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനുശേഷമാകും അറസ്റ്റ് രേഖപ്പെടുത്തുക. സ്മാരകം തകർത്തതിന് പിന്നിൽ തങ്ങളല്ലെന്ന് പി സാബു പ്രതികരിച്ചു. അത് CBI കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും. കേസിലെ ഒന്നാം പ്രതി ലതീഷ് ചന്ദ്രൻ നേരത്തെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങിയിരുന്നു. കണ്ണാർക്കാട് മുൻ ലോക്കൽ സെക്രട്ടറി സാബുവും ലതീഷ് ചന്ദ്രനും ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നും മറ്റ് 3 പ്രതികളും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. റിപ്പോർട്ടർ, തൃശൂർ.